പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ കാലവും ഈ ഡിവോഷണൽ സ്റ്റഡി കേൾക്കുവാൻ നമ്മുടെ ചെവികൾക്ക് കേൾവി ശക്തി അവൻ തന്നിട്ടുണ്ടല്ലോ. കർത്താവ് സൃഷ്ടിച്ചാക്കിയ ഈ ഭൂമിയിൽ അവൻ തന്നിരിക്കുന്ന വായു നമുക്ക് ഓക്സിജൻ ശ്വസിച്ച് ജീവനോടെ ഇരുപ്പാൻ കഴിയുന്നുണ്ടല്ലോ. ഇതിനൊക്കെ പണം മുടക്കി സമാധാനം നഷ്ടപ്പെട്ട് അനേകർ പലയിടങ്ങളിൽ കഴിയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് ഇന്ന് തന്ന ആരോഗ്യത്തിനും ആയുസ്സിനും സാവകാശത്തിനുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനവധി അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? മിറക്കിൾസ് കണ്ടിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അനവധി നന്മകൾ നമുക്ക് നൽകി തന്ന കർത്താവിനെ നമുക്ക് കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. ഓരോ സിംഗിൾ ഡേയിലും അവൻ്റെ നന്മ അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നില്ലേ? നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ, ഈ ജീവിതയാത്രയിൽ അവൻ നമ്മോടൊപ്പം യാത്ര ചെയ്യുക, അല്ലേ? ഭാരങ്ങൾ വരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഭാരങ്ങൾ വരുമ്പോഴും ആ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് യാത്രയിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമുക്ക് എത്രയോ ആശ്വാസം തരുന്നതാണ്, അല്ലേ? ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെരമ്യാവ് 45:3, ജെറമ്യ ചാപ്റ്റർ 45 വേഴ്സ് 3, യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം, ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. ആണോ ദൈവപൈതലേ? നീ അങ്ങനെ പറയുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഞാൻ ഒരു ഡോക്ടറോ സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല. ഞാൻ പക്ഷേ കർത്താവിൻ്റെ ഒരു എളിയ ദാസിയ. പ്രൈസ് ഗോഡ്. എനിക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ കർത്താവ് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപ, ആ ഒരു സംഗതി, ആ ഒരു സ്റ്റോറി മാത്രമേ എൻ്റെ പക്കലുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കറുത്ത മഴകൾ, അതായത് ജീവിതത്തിൽ കറുത്ത മേഘങ്ങളില്ലേ? കറുത്ത മഴ എന്നല്ല, കറുത്ത മേഘം എന്ന് ഞാൻ പറയട്ടെ. അതുമായിട്ട് നാം യുദ്ധം ചെയ്തിട്ടുള്ള സമയങ്ങളില്ലേ? പ്രൈസ് ഗോഡ്. വേണമെങ്കിൽ അന്ന് നാം ഡിപ്രസ്ഡ് പേഴ്സണായിട്ട് മാറാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അന്നൊരു ദുഃഖപുത്രിയായി മാറാമായിരുന്നു. പക്ഷെങ്കിൽ ഒട്ടും ഡിപ്രഷനാലൊന്നും ഡൗണായി പോവാൻ ദൈവം നമ്മെ അനുവദിച്ചില്ല. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കറുത്തിരണ്ട മേഘങ്ങളൊക്കെ പ്രൈസ് ഗോഡ് ഒരു വലിയ കാറ്റായി മാറി, മഴയായി മാറി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഒരിക്കലും ഇനി ഡിപ്രഷനേ ഉള്ളൂ എൻ്റെ മുമ്പിലെന്ന് പറഞ്ഞ്, അത് മാത്രമേ എനിക്ക് ചോയ്സ് ഉള്ളൂ എന്ന് പറഞ്ഞ് നീ ദൈവസന്നിധിയിൽ വേണ്ടാത്തതൊന്നും അക്നോളജ് ചെയ്യാനായിട്ട് പോകരുതേ. ഏകാന്തത ജീവിതത്തിൽ കടന്ന് വന്ന് കാണും. പക്ഷേ ആ ഏകാന്തതയിൽ തിരുവചനമെടുത്ത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി, ദൈവത്തിൻ്റെ വചനം ആളത്വമായി നമ്മളോട് സംസാരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ തലോടുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഒറ്റയ്ക്കല്ല. പ്രൈസ് ഗോഡ്. തിരുവചനത്തിൽ അനേക ആൾക്കാർ ഡിപ്രഷനുമായിട്ട് ബാറ്റിൽ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഒന്ന് നോക്കിക്കേ, ഞാൻ കുറിവാക്യമായിട്ട് വായിച്ച പ്രവാചകൻ യെരമ്യാവിനെ തന്നെ. താൻ 3-ാം വാക്യത്തിൽ പറയുന്ന ഐ എം വിയറി വിത്ത് മൈ ഗ്രോണിങ് ആൻഡ് ഹാവ് ഫൗണ്ട് നോ റെസ്റ്റ്. എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തളർന്നിരിക്കുക, ഞാൻ ഒരാശ്വാസവും കാണുന്നില്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇങ്ങനെയുള്ളൊരു ലോങ് ജേണിയിൽ നമുക്ക് പ്രത്യാശ വേണം. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടത്തിനൊരു ഹീലിംഗ് വേണം.
അല്ലേ? പ്രൈസ് ഗോഡ്. ഞാൻ ചില സംഗതികൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഡിപ്രഷനെ തോൽപ്പിക്കാൻ ഉള്ളതായിരിക്കണമെന്നില്ല. പക്ഷെങ്കിൽ നമുക്ക് യേശുവിനെ നമ്മുടെ യാത്രയിൽ കൂട്ടിയാൽ സന്തോഷത്തിൻ്റെ അത്ഭുതകരമാം വിധത്തിൽ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്, അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ഈ ഡിപ്രഷനുമായിട്ട് ബാറ്റിൽ ചെയ്യുമ്പോൾ നാം ഒക്കെ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ, ഐ ഓപ്പൺ മൈ സോൾ ടു ഗോഡ്സ് റെസ്റ്റോറേഷൻ. സ്വർഗത്തിലെ ദൈവം ഒരു റെസ്റ്റോറേഷൻ എനിക്ക് തരാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ഹൃദയം അവന് തുറന്നു കൊടുത്തു, ഓപ്പൺ ചെയ്തു കൊടുത്തു. അവൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു നല്ല ഇടയനാണ്. നമുക്കെല്ലാം വളരെ കാണാതറിയാവുന്ന വാക്യമല്ലേ? പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 23 ആദ്യമായി കാണാതെ പഠിച്ച സങ്കീർത്തനത്തിൽ ഒന്ന് അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ വാക്യത്തിൽ ചില വാക്യങ്ങൾ ഒന്നോട്ടുള്ളത് ഞാൻ പറയട്ടെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രാണനെ കരുതുന്ന ദൈവം, പ്രാണനെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ആ ദൈവം നമ്മോട് ചേർന്ന് നിന്നാലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലെ ഇരുട്ടെല്ലാം മാഞ്ഞു പോകും. വെളിച്ചം അവൻ നമ്മുടെ പാതയിൽ കൊണ്ടുതരും. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമുക്കൊന്ന് സാച്ചുറേറ്റഡ് ആകാമേ. സ്തോത്രം. അവൻ്റെ പ്രോമിസസിനെ, വാഗ്ദത്തങ്ങളെ നമുക്ക് ഒന്ന് മുറുകെ പിടിക്കാമേ. പ്രൈസ് ഗോഡ്. ഒരു ദേവദാസന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു രാത്രിയിൽ ഒരു നാവികന് കര കാണാൻ പറ്റാതെ വന്നു. തന്നെയുമില്ല, അവൻ്റെ ആ കരയിൽ നിന്ന് ഒരു സഹായത്തിൻ്റെ ഹസ്തവും നീളുകയില്ലെന്ന് അവന് ഉറപ്പായി. പിന്നെ അവന് ആകെ ആശ്വസിക്കാനും നാവിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു കാര്യം അവന് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ചില ലൈഫ് ബോട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, അവൻ നമ്മെ ലീഡ് ചെയ്യും, അവൻ നമ്മെ ഗൈഡ് ചെയ്യും, അവൻ നമ്മെ സാച്ചുറേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ വചനം കൊണ്ട് നിറച്ച് കഴിയുമ്പോൾ നമ്മളെ അവൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയും. അവൻ്റെ മിറക്കിൾ പ്രോമിസസ് കൊണ്ട് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവന് കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി കരയറ്റിക്കേ. കാരണം നിങ്ങൾക്ക് യാതൊരുവിധ ഡിപ്രഷനും ഇല്ലല്ലോ. പക്ഷേ നമ്മൾ സൂക്ഷിച്ചോളണം. എന്നാൽ കഴിഞ്ഞ കാലത്തിൽ നീ ഡിപ്രഷൻ മുഖേന സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ കാലത്തെയൊക്കെ, ആ സീസണിനെയൊക്കെ നല്ലതാക്കി തന്നില്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ അവിടെ പൊങ്ങിക്കിടക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയെടുത്തില്ലേ? കാറ്റ് പുരമ്പിക്കൊണ്ട് കുഞ്ഞെ നിൻ്റെ നേരെ കടന്നു വരുമ്പോൾ നിൻ്റെ ഭവനത്തിലേക്ക് ഓടി അണയുവാനുള്ള വഴി ദൈവം കാണിച്ചു തന്നിട്ടില്ലേ? റൈറ്റ് നൗ, ഈ സമയത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്കല്ല കുഞ്ഞേ. സ്വർഗത്തിലെ ദൈവം നിൻ്റെ സൈഡിലുണ്ട്, നിന്നോട് കൂടെ അവനുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള ദിനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ദിനങ്ങളിൽ കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിപ്പാനും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഗ്രേറ്റ് തിങ്സ് അത് കണ്ട് സന്തോഷിപ്പാനും ഇടയാകും. കുഞ്ഞെ, നീ ഒരു മിറക്കിളാണ്.
യു ആർ എ മിറക്കിൾ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ കരുതുന്ന ദൈവം നീയാണ്. ഞങ്ങളെ ഇടയനെ പോലെ പാലിച്ച് നടത്തുന്ന ദൈവം നീയാണ്. ആശ്വാസം വേണ്ട സമയങ്ങളിൽ ആശ്വാസം തന്ന് ഞങ്ങൾ ഡിപ്രഷനിലേക്ക് മൂക്ക് കുത്തി വീഴാതെ ഇന്നും പ്രത്യാശയോടെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ആ ദൈവം ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.